അദ്ദേഹത്തെ പിന്തുടരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹവും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കണം. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. റിയൽ ലൈഫിൽ പലപ്പോഴും കൗൺസിലിങ്ങോ ഹെൽപ്പോ വേണം, അല്ലെങ്കിൽ പോലീസ് കേസോ തുടങ്ങിയ കാര്യങ്ങൾ വേണം. എന്നാൽ വിനായകനെ തന്നെ ഒരു കൺട്രോൾ ഇടുന്നത് വളരെ നല്ലതാണ്. മാപ്പ് എന്ന രീതിയിൽ ആത്മാർത്ഥതയുള്ളതാണ് ഈ വാക്കുകളെന്ന് ശ്രീ രാഹുൽ ഈശ്വർ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, വിനായകൻ പല തവണയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമുക്കറിയാം. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഒരിക്കലും പറഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം എറണാകുളത്ത് മറ്റേ പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള പ്രശ്നം, അതിനുശേഷം ആ പത്രസമ്മേളനത്തിൽ ഒരു പെൺകുട്ടിയോട് കൺസെന്റ് ചോദിച്ചാലല്ലേ കിട്ടൂ എന്ന് പറഞ്ഞൊക്കെ ആ പെൺകുട്ടി ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിൽ ഒരു എന്താ പറയുക സെക്ഷൽ ടിഞ്ച് എന്നൊക്കെ പറയുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. പിന്നീട് ഹൈദരാബാദിൽ വെച്ചുള്ള പ്രശ്നങ്ങൾ, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് വിനായകൻ എന്തായാലും ഒരു കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. ആരും മാപ്പ് പറഞ്ഞാലും ഒന്ന് സ്വീകരിക്കാനുള്ള ഒരു വിശാല മനസ്സ് പൊതുസമൂഹത്തിന് കാണിക്കണം. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് എനർജിയാണ് സ്ഥിരം വരുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും വേണം. അദ്ദേഹത്തിന് എപ്പോഴും ഈ രീതിയിൽ ഒരു നെഗറ്റീവ്, എപ്പോഴും ഒഫൻസീവും എന്താ പറയുക, ഇങ്ങനെ മാത്രമല്ല അങ്ങനെ ഒരു നെഗറ്റീവ് ടോണാണ്, ടിഞ്ചാണ് അദ്ദേഹത്തിന് എപ്പോഴും വരുന്നത്. നേരത്തെ ശ്രീ ജോസ് തോമസ് പറഞ്ഞ പോലെ, ശ്രീ പണിക്കർ പറഞ്ഞതുപോലെ അദ്ദേഹവും അദ്ദേഹത്തെ പിന്തുടരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹവും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കണം. മാത്രമല്ല, വിനായകൻ പറ്റുമെങ്കിൽ എത്ര എളുപ്പം ഒരു ഹെൽപ്പ് തേടണം. വിനായകന്റെ ഈ പോസ്റ്റിൽ നിന്നടക്കം വിനായകന് എ സെൻസ് ഓഫ് ഹെൽപ്ലെസ്നെസ് ഉണ്ട് എന്നാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. ഒരു പക്ഷേ എന്താ പറയുക, ലൈഫ് കോച്ചിങ് എന്നോ അല്ലെങ്കിൽ സൈക്കോളജി കൗൺസിലിംഗ് എന്നോ മെന്ററിംഗ് എന്നോ എന്ത് പേര് വിളിച്ചാലും ആ പേരിൽ ശ്രീ വിനായകൻ അങ്ങനെ സപ്പോർട്ടും മറ്റും നേടേണ്ട ഒരു ആവശ്യമുണ്ട്. കാര്യം ഒരാളിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ അല്ല, വിനായകനിൽ നിന്ന് 5, 6, 7 പൊതുസമൂഹത്തിൽ നമുക്ക് ഓർക്കാൻ തക്ക തന്നെ ഭാഗത്തിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ അദ്ദേഹം പല രീതിയിലും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സെക്ഷൽ ഇൻഡോസ് ആയിരിക്കാം, ചിലപ്പോൾ ആൾക്കാരോട് കൂടെ ബിഹേവ് ചെയ്യുന്നതായിരിക്കാം, ഉമ്മൻചാണ്ടി സാറിനെ അങ്ങനെ അസഭ്യം പറയുന്നതായിരിക്കാം. അപ്പൊ ഇങ്ങനെ സ്ഥിരം ചെയ്യുന്ന ഒരു പ്രവണത അത് വളരെ മോശമാണ്. എന്നെയും എന്റെ വൈഫ് ദീപയും കൂടെ ചേർത്ത് പുള്ളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പിൻവലിക്കുകയൊക്കെ ചെയ്തു. എന്തോ അദ്ദേഹത്തിന്റേതായ ചില കോണ്ടെക്സ്റ്റിൽ കുലസ്ത്രീ എന്നൊക്കെ വിളിച്ചുകൊണ്ടും ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ വിളിച്ചുകൊണ്ട്. അപ്പൊ ഇത് എന്താ, പൊതുസമൂഹത്തിനെ നമുക്കൊരു മാന്യതയും മര്യാദയും സഭ്യതയും ഒക്കെ ഉണ്ടല്ലോ, അത് അദ്ദേഹം ലംഘിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയണം. സെക്ഷൻ പറയുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലൊക്കെ ഒബ്സിനിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ പബ്ലിക് പ്ലേസിലെ ഒബ്സിനിറ്റി BNS 296 അടക്കമുള്ള പല കാര്യങ്ങൾ വേണമെങ്കിൽ ഇൻവോക്ക് ചെയ്യാം. പൊതുസമൂഹത്തിൽ മാന്യതയില്ല എന്നുള്ള കാര്യം പറയാം. എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് ആലങ്കാരികമായി ജോസ് തോമസ് പറഞ്ഞതുപോലെ 2 അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ് നമ്മൾ ആലങ്കാരികമായി പറയും. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. റിയൽ ലൈഫിൽ പലപ്പോഴും കൗൺസിലിങ്ങോ ഹെൽപ്പോ വേണം, അല്ലെങ്കിൽ പോലീസ് കേസോ തുടങ്ങിയ കാര്യങ്ങൾ വേണം. എന്നാൽ വിനായകനെ തന്നെ ഒരു കൺട്രോൾ ഇടുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല, നേരത്തെ ശ്രീ പണിക്കർ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. കാരണം നമ്മുടെ ദളിത് സമൂഹം വലിയ പോരാട്ടങ്ങളിലൂടെയാണ് ഉയർന്നു വന്നത്. ആ പോരാട്ടങ്ങളിലൂടെ ഉയർന്നു വന്ന ദളിത് സമൂഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇത്തരം ബിഹേവിയർ കൊണ്ട് വെക്കുകയാണെങ്കിൽ അവർ മുന്നോട്ട് പോരാടി നേരിയ പല പോരാട്ടങ്ങളെയും അത് ഡീമീൻ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ വിനായകന്റെ ദളിത് സ്വത്വം അല്ലല്ലോ ഇതിന്റെയൊക്കെ കാരണം. വിനായകന്റെ ആ രീതിയിലുള്ള ഇറാറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ മോശം ബിഹേവിയറിലല്ലേ ഇത് എല്ലാ ദളിത് സഹോദരങ്ങൾക്കും ചാർത്തി കൊടുക്കുന്നതിലൂടെ അവർ ജെനുവിൻലി ഫൈറ്റ് ചെയ്തതും പോരാടുന്നതും മുമ്പോട്ട് വരുന്നതും മുമ്പോട്ട് വെക്കുന്നതുമായ പല നിലപാടുകളും മറ്റും ഡയല്യൂട്ട് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അതിന്റെ വില ഇല്ലാതാകുകയാണ്, അതിന്റെ ശക്തി ഇല്ലാതാകുകയാണ്. അതുകൊണ്ട് വിനായകൻ എന്തായാലും പുനർചിന്തിക്കണം. പറ്റുമെങ്കിൽ ഹെൽപ്പ് അദ്ദേഹത്തിന് സംഘടനകൾ അടക്കമുള്ളത് കൊടുക്കണം. ഇപ്പോൾ ഈ വിനായകനെതിരെ പോലീസ് കേസെടുക്കുന്നില്ല, ഒരു ആരും പരാതിയില്ല എന്നതുകൊണ്ടാണല്ലോ. അത് മാത്രമല്ല, ഇതിൽ കേസ് വരാൻ പോകുന്നത് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ്. പോലീസിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. വിനായകനെതിരെ ഒരു കേസും തൽക്കാലമില്ല, കാരണം ആരും പരാതിക്കാരില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തിയ ആളുകൾക്കെതിരെ കേസ് ഉണ്ടാകും. അത് സൈബർ നിയമം അനുസരിച്ച് പ്രത്യേകമായിട്ട് വരുമായിരിക്കും. പിന്നെ അതിന് കുറെയൊക്കെ എന്തെങ്കിലും ഒരു ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ വിശാൽ ലെഫ്റ്റ് ആണെന്ന് പറയപ്പെടുന്നു, അതിന്റെ പ്രിവിലേജ് ഉണ്ടാകും. ചിലപ്പോഴെങ്കിലും കേസെടുത്താൽ ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ട ആളെ വേട്ടയാടുന്നു, ദളിത് സമൂഹത്തിൽപ്പെട്ട ആൾക്കെതിരെ കേസെടുക്കുന്നു തുടങ്ങിയ വാദഗതികൾ വന്നേക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാ സമുദായങ്ങളിലും ഉള്ളവർ നമ്മളെന്താ ദൈവത്തിന്റെ മക്കളാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയുടെ മക്കളാണെന്നോ ഒക്കെയുള്ള തിരിച്ചറിവിൽ നേരത്തെ ജോസ് തോമസ് സാർ വളരെ ശക്തമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ രീതിയിൽ എനിക്കത് പറയാൻ കഴിയില്ല. അത് മറ്റ് ദ്വയാർത്ഥങ്ങൾ ഉണ്ടാവും. ആ രീതിയിൽ രാഹുൽ ഈശ്വർ ഇങ്ങനെ പറഞ്ഞാൽ അതിന് വേറെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ടാവും. ജോസ് തോമസ് സാർ പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങൾ വിനായകൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും എന്താ പറയുക, വിനായകന്റെ ഈ കഴിവിനെ ഡീമീൻ ചെയ്യാണ്. വിനായകൻ എന്ന വലിയ നടനെ ഒരർത്ഥത്തിൽ ആലോചിച്ച് നോക്കുക. രജനീകാന്ത്, മോഹൻലാല് അടക്കമുള്ളവർക്ക് വില്ലനായി, ഒരു പ്രധാന രജനീകാന്തിന്റെ സിനിമയിൽ വില്ലനായി അടക്കം വരുന്ന അദ്ദേഹം സ്വയം താഴുകയാണ്, സ്വയം അദ്ദേഹത്തിന്റെ വില കളയുകയാണ്. അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയെ ബാക്കിയുള്ളവരുടെ കണ്ണിൽ ഇകഴ്ത്തുകയാണ്. അപ്പൊ അദ്ദേഹം കലാകാരൻ എന്ന രീതിയിലും മനുഷ്യൻ എന്ന രീതിയിലും പുനർചിന്തിക്കണം, പഠിക്കണം. ഈ ചർച്ചകൾ തുടരട്ടെ എന്ന് പറഞ്ഞ എന്തർത്ഥത്തിലാണെന്ന് അറിയില്ല. ചർച്ചകളിൽ നിന്ന് പഠിക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് തുടരാനൊരു അവസരമാണ്. ഹി ഷുഡ് ഗെറ്റ് ഹിംസെൽഫ് ആൻഡ് കൺട്രോൾ, ഹി ഷുഡ് ക്യാരി ഹിംസെൽഫ് ബെറ്റർ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാമല്ലോ. അതുകൊണ്ട് ഐ ഹോപ്പ് ഹി വിൽ ഗെറ്റ് ഹി ഷുഡ് ഗ്യാദർ ഹിംസെൽഫ് ഇൻ എ ഗുഡ്. ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുഖ്യ അതിഥിയായി വന്നത് വിനായകനാണ്. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെ ഒരു മാതൃക എന്ന രീതിയിൽ തന്നെയാണ്. അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ആദരവ് കൂടിയായിരുന്നു അവിടെ വിനായകന് കിട്ടിയത്. അതുപോലും മിസ്യൂസ് ചെയ്യുകയാണ് വിനായകൻ ഇപ്പോൾ ചെയ്യുന്നത്.
അല്ല, വിനായകൻ ദയവായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പ്രത്യേകിച്ച് പിന്നോക്ക സമൂഹങ്ങളോട്, ദിനു അടക്കമുള്ളവരുടെ സമൂഹങ്ങളോട്, നമ്മുടെ മുഖ്യധാരാ സമൂഹം, സോക്കോൾഡ് മുഖ്യധാരാ സമൂഹം തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകും. അവിടെയാണ് മഹാത്മാഗാന്ധി പറയുന്നത്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. അപ്പൊ സമൂഹത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ സമൂഹത്തിന്റെ ഒരുമയ്ക്കും ഐക്യത്തിനും ഒരു സമൂഹത്തിന്റെ മാനവികതയ്ക്കും ഒക്കെ വേണ്ടി ഈ ജാതീയതയെ അതിജീവിക്കാൻ, നൂറ്റാണ്ടുകളുടെ ജാതീയതയെ അതിജീവിക്കാൻ നമ്മൾ ഒരുപാട് പോസിറ്റീവ് മെഷേഴ്സും മറ്റും എടുക്കുകയുണ്ടായി. ഒരുപാട് പേരെ എല്ലാ അർത്ഥത്തിലും സമൂഹം പോസിറ്റീവ്ലി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. വിനായകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രതിഭയുള്ള 10 നടന്മാരെടുത്താൽ, എസ്പെഷ്യലി വിനായകന്റെ ഏജ് ഗ്രൂപ്പിലുള്ള 10 നടന്മാരെടുത്താൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രതിഭയുള്ള ഒരു നടനായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു നടൻ സമൂഹത്തിന് വലിയ മാതൃകകൾ നൽകാനും പോസിറ്റിവിറ്റി നൽകാനും പലപ്പോഴും വരികയും നമ്മളടക്കം വിനായകനെ വിമർശിക്കുമ്പോൾ, ഇപ്പൊ നേരത്തെ പറയുന്നുണ്ടായി സണ്ണി എം കപ്പിക്കാട് സാറിന്റെ എല്ലാ നിലപാടിനോടും വിയോജിപ്പാണ്. പക്ഷെ അദ്ദേഹം വലിയൊരു സ്കോളറാണ്. അല്ലെങ്കിൽ ശ്രീ സുനിൽ പീലയുടെ അദ്ദേഹം ഒരു ലെഫ്റ്റ് ഓഫ് സെന്റർ ഗാന്ധിയൻ അല്ലെങ്കിൽ ആ രീതിയിൽ എടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം വലിയ സ്കോളറാണ്, ജ്ഞാനിയാണ്, പണ്ഡിതനാണ്. അപ്പൊ പലപ്പോഴും വിനായകൻ അവരെ അടക്കം തള്ളി പറയുന്നതിലൂടെ ഒരു ഇററാഷണൽ ബിഹേവിയറോ അല്ലെങ്കിൽ എക്സെൻട്രിക് ബിഹേവിയറോ ഒക്കെയാണ് വിനായകൻ പലപ്പോഴും ചെയ്യുന്നത്. ഇതൊന്നും ഒരു കൃത്യമായ സ്വത്വ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തയുടെ അടിസ്ഥാനത്തിലോ ഒന്നും ആയിരിക്കില്ല. വിനായകൻ ചിലപ്പോഴെങ്കിലും മദ്യത്തിന്റെയും പലപ്പോഴും ശരിയല്ലാത്ത ബിഹേവിയർ പാറ്റേണിന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ വിനായകൻ ഒരു കറക്റ്റീവ് ഫോഴ്സ് വേണം. ഈ ചർച്ച വിനായകൻ കാണുകയാണെങ്കിൽ വിനായകനെ ഇഷ്ടത്തോടെ, ആദരവോടെ, എന്നാൽ വിനായകന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടുകയാണ് ഈ ചർച്ചയിരിക്കുന്ന എല്ലാവരും ചെയ്തിട്ടുള്ളത്. അപ്പൊ വിനായകൻ യഥാർത്ഥത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ദളിത് സമൂഹത്തിന്റെ എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള എനർജിയെ ഡൗൺ ആക്കുന്നതാണ്, അവരുടെ ആ എനർജിയുടെ ശോഷണമാണെന്നും ദിനുവിനോടൊന്നും ഒരു കാര്യത്തിലും എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഏറ്റവും നല്ല രീതിയിൽ ആ ദളിത് സമൂഹത്തിന്റെ റെപ്രസെന്റേഷനും പൊതുസമൂഹത്തിന്റെ റെപ്രസെന്റേഷനും മുമ്പോട്ട് കൊണ്ടുവരുന്നവരാണ്. അപ്പം വിനായകൻ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പാഠം പഠിക്കുകയും കുറെ കൂടെ മിതത്വമായിട്ട്, കുറെ കൂടെ സഭ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണം. ഇത് കേസെടുക്കണോ വേണ്ടോ എന്നൊക്കെയുള്ള മറ്റൊരു ചോദ്യമാണ്. ഇനി പല കേസുകളും കമ്പാരിസൺ വരും, വേറൊരാൾക്ക് എടുത്തു, ഇയാൾക്ക് എടുത്തില്ല, അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ് തുടങ്ങിയ പല ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. പക്ഷെ കേസെടുക്കുകയല്ല, വിനായകനെ പോലെ പ്രതിഭയുള്ള ഒരു നടനെ തിരിച്ചു പിടിക്കാൻ ഒരുപക്ഷെ ശ്രീ വിനു കിരിയത്ത് ആട്ടെ, ശ്രീ ജോസ് തോമസ് ആട്ടെ, സിനിമാ രംഗത്ത് നിൽക്കുന്നവർ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ വെൽവിശ്വാസോ ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ന പ്രതിഭയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ നെഗറ്റീവ് എനർജി അദ്ദേഹം തന്നെ തിരിച്ചറിയുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കാൻ നോക്കണം. അതൊരു സമീപനത്തിന്റെ കൂടെ വിഷയമാണ്. ഒരു പോസിറ്റീവ് സമീപനത്തിൽ ഇത്തരം കാര്യങ്ങൾ അങ്ങ് മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ പോസിറ്റീവാണ്. ആ ഒരു ഉപമ പറയണ്ട എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് പിന്നീട് വിനു കിരിയത്ത് അത് ആ ശീലം മാറ്റുന്നില്ല എന്ന കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് പ്രശ്നം എന്താ അറിയോ? അല്ല, വിനു കിരിയജി മനസ്സിൽ അങ്ങനെ അദ്ദേഹത്തെ വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാണ്, പുള്ളി അങ്ങനെ മനസ്സിൽ പോലും കരുതില്ല. പക്ഷെ ചിലപ്പോ അത് നേരത്തെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ദിനു, ഞാൻ എന്റെ ഒരു മറുപടി പറയാം. ഗൂഗിളിൽ ഒന്ന് ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്ന് അടിച്ചു നോക്കുമ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് കുഞ്ചാക്കോവന്റെ ഇന്റർവ്യൂ ആണ്. കുഞ്ചാക്കോവൻ പറഞ്ഞിരിക്കുകയാണ് ജാത്യാലുള്ളത്, കാരണം എനിക്കിപ്പോഴും ചോക്ലേറ്റ് ഇമേജ് ആണ്, ജാത്യാലുള്ളത് തൂത്താ പോകില്ല എന്നുവെച്ചാൽ ആദ്യം മുതലേ ഉള്ള ശീലം മാറില്ല. പല ചാനൽ അവതാരകര് നികേഷ് കുമാർ ഉൾപ്പെടെ ജാത്യാലുള്ളത് തൂത്താ പോകില്ലെന്ന് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞു. അതൊരു ഫ്രേസാണ്, അത് ജാതീയമല്ല കേട്ടോ. അതായത് ആദ്യം തുടക്കം മുതലുള്ളത് അവസാനം ഒരു തിരക്കഥാകൃത്താണ്, അതുകൊണ്ട് എനിക്കത് തെറ്റില്ല, അല്ലാതെ ആരെയും അധിക്ഷേപിക്കാനല്ല കേട്ടോ. ബ്ലഡിലുള്ളത് പോലും, അതുകൊണ്ട് അത് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ ദിനുവിനും കൂടെ പറഞ്ഞു തരാണ്, അല്ലാതെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ അങ്ങനെ പറയുന്ന ആളുമല്ല. അടിച്ചു നോക്കൂ, ഗൂഗിളിൽ അടിക്കാം എന്താണ് ജാത്യാലുള്ളത് തൂത്താ പോകില്ല. അതായത് ചൊട്ട മുതൽ ശീലം ചുടല വരെ എന്ന് പറയുന്നത് എൻ്റെ മറ്റേ രാഹുലിന് ചിലപ്പോൾ മനസ്സിലാവും, ശ്രീ പണിക്കർക്കും ജോസ് തോമസിനും ഒക്കെ മനസ്സിലാവും. പെട്ടെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി, കാരണം ഫസ്റ്റ് ഡയലോഗ് അതായതുകൊണ്ട്. ഞാൻ വന്നപ്പോൾ അരമണിക്കൂർ താമസിച്ചു പോയി. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ജാത്യാലെന്ന് വെച്ചാൽ അയാളുടെ ബ്ലഡിലുള്ള ക്യാരക്ടർ മാറില്ല, അത് ഒരിക്കലും അവനവൻ വിചാരിച്ചാലേ മാറുള്ളൂ എന്നുള്ളതാണ് ഇനി പറയുന്നത്. ശരി ദിനു ശ്രീ വിനു കിരിയത്തിനോട് പറയാനുള്ളത്, അപ്പം എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു സമൂഹശാസ്ത്രത്തിൽ PhD ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഭാഷയുമായി ബന്ധപ്പെട്ട പഠനം തന്നെയാണ്. നോക്കൂ, ശ്രീ വിനു കിരിയത്ത് പറഞ്ഞത് രണ്ടർത്ഥത്തിലെടുത്താലും, അതായത് രക്തത്തിലുള്ളത് എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യനും ജന്മനാ തന്നെ കുറ്റവാളിയായി ഒരു മനുഷ്യനുമില്ല. ഒരു മനുഷ്യൻ്റെയും രക്തത്തിനകത്ത് മോശം അംശങ്ങൾ എന്ന് പറഞ്ഞൊരു അംശമേ ഇല്ല. ശ്രീ വിനു കിരിയത്ത് മനസ്സിലാക്കുന്നത്, ശ്രീ വിനായകൻ താങ്കൾക്കെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ SC/ST അട്രോസിറ്റി ആക്ടിന്റെ 316 പ്രകാരം താങ്കൾക്കെതിരെ ജാമ്യമില്ലാത്ത കേസ് വരും എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കണം. അതിന് താങ്കൾ രണ്ടാമത് ആ പഴഞ്ചൊല്ല് ഉദ്ധരിച്ച് പറഞ്ഞതാണെങ്കിലും കുഞ്ചാക്കോ ബോബനെതിരെ അത് ഉന്നയിക്കുന്നതോ ശ്രീ പിണറായി വിജയൻ എതിരെ അത് ഉപയോഗിക്കുന്നതോ പോലെയല്ല പട്ടികവർഗത്തിൽ പെട്ട ഒരാൾക്കെതിരെ അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം അങ്ങ് കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിക്കും
ചോരയാൽ മോശമാക്കപ്പെട്ട ഒരു മനുഷ്യനും ഇവിടെ ഇല്ല. നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളത് ശുദ്ധമായ രക്തമാണ്. ഒരു മനുഷ്യനും ചൊട്ടയിൽ ഈ സമുദായത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിലോ ചെറുപ്പം തൊട്ടുണ്ടായ വിനായകന്റെ മോശം ശീലമേ അല്ല. 40,000 ജാതി കോളനികളുണ്ട്. അവിടെ ഒരു സ്ഥലത്തും ചൊട്ടയിലെ ശീലം ചുടല വരെയായിട്ട് ഒരു മനുഷ്യരും മൂവ് ചെയ്യുന്നില്ല. അപ്പൊ വിനായകന്റെ ബാല്യകാലത്തെ കുറിച്ചോ വിനായകന്റെ മുൻകാലത്തെ കുറിച്ചോ മുൻകാലത്ത് ഇദ്ദേഹം സ്ത്രീകളോട് ഇങ്ങനെയായിരുന്നു പെരുമാറിയത്. ചെറുപ്പകാലത്ത് ഇദ്ദേഹം നഗ്നതാ പ്രദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനത്തെ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങത് വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനെന്നും അങ്ങത് പിൻവലിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് ഉറച്ചു പറയാനുള്ളത്. അത് പൂർണ്ണമായിട്ട് ഏത് അർത്ഥതലത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത് തെറ്റായിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വിനായകനുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കടിയിൽ ശ്രീ വിനു കിരിയത്ത് പറഞ്ഞ പോലുള്ള ആശയങ്ങൾ ചില ആളുകൾ കുറിക്കുന്ന സമയത്താണ് ദളിത് സമുദായത്തിൽ നിന്നുള്ള ചില ആളുകളെങ്കിലും അതിനകത്ത് ഫ്രസ്ട്രേറ്റഡ് ആവുകയും അവരതിന് റെസ്പോൺസ് ചെയ്യുന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ദളിത് വിഭാഗത്തിൽ പെട്ട ആളുകളായതുകൊണ്ട് സമൂഹത്തിൽ ഇന്നും വേട്ടയാടപ്പെടുന്ന ആളുകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ആത്മാർത്ഥമായിട്ട് കേസുകളിൽ കുടുക്കപ്പെടുന്ന ആളുകൾ, തെറ്റായ കേസുകൾ അനുഭവിക്കുന്ന ആളുകൾ, ഭൂമി വിട്ടുപോകേണ്ട ആളുകൾ, അധിക്ഷേപം നേടേണ്ട ആളുകൾ, ലൈംഗിക അതിക്രമം നേടുന്ന ആളുകൾ, ഇങ്ങനെ സത്യസന്ധമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ ഒതന്റിസിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ നടൻ വിനായകൻ ഈ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി ഈ സമുദായത്തിൽ നിന്ന് പ്രശ്നം നേരിടുന്ന മനുഷ്യർക്കെതിരെ കൂടെയുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യമാണ്. ഫെഫ്കയുടെ പ്രതിനിധിയോട് എനിക്ക് ഒരൊറ്റ കാര്യം കൂടെ സൂചിപ്പിച്ച് നിർത്താണ്. ദളിതർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കൃത്യമായി സമൂഹശാസ്ത്രപരമായിട്ടാണ്. എല്ലാ മനുഷ്യരും തോട്ടിപ്പണി ചെയ്യേണ്ടി വരുന്നില്ല. എല്ലാ മനുഷ്യരും മധുവിനെ പോലെ കൊല്ലപ്പെടേണ്ടി വരുന്നില്ല. അപ്പോൾ വളരെ കൃത്യമായി ഈ സോഷ്യൽ കാറ്റഗറിയുള്ള മനുഷ്യർ പ്രത്യേക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. മനുഷ്യരായി പോലും കണക്കാക്കപ്പെടാത്ത മനുഷ്യർ എന്ന നിലയിലാണ് ദളിത് എന്ന പദം ഉപയോഗിക്കുന്നത്. അത് വിഭജനത്തിന്റെ ഒരു പദമല്ല. അങ്ങ് ഈ വിഷയത്തിൽ ആ അർത്ഥത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തണമെന്ന ആത്മാർത്ഥമായ ഒരു ആഗ്രഹം പറയുന്നു.